നമുക്കൊരു സിമ്പിൾ സോയാബീൻസ് ഫ്രൈ റെഡിയാക്കിയാലോ. അതിനായിട്ട് കുറച്ച് സോയാബീൻ നല്ലപോലെ കഴുകി എടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കോൺഫ്ലവറും, കുറച്ച് കുരുമുളക് പൊടിയും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിരുമ്പിയെടുക്കാം. അതിനുശേഷം കുറച്ച് പാൻ എടുത്തിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഈ സോയാബീൻസ് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്ത് പച്ചമുളകിട്ട് പിന്നെ കുറച്ച് തേങ്ങ കൊത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അതൊന്ന് കുറച്ച് പൗഡറായിട്ട് നമുക്ക് എടുക്കാം. ഇനി കുറച്ച് സവോള ഇട്ട് നല്ലപോലെ വഴറ്റാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് സോസ് ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ആ സോയാബീൻസ് എടുത്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പൗഡർ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.